അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസികളിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ കമൻ്റായി എഴുതുന്ന പല സഹോദരന്മാരുടെയും കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കുടുംബത്തിൽ പ്രശ്നമാണ്, ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഭർത്താവ് മദ്യപിക്കുകയാണ്, അതുപോലെ തന്നെ ലഹരിക്ക് അടിമയാണ്, മക്കള് ഈ ഇത്തരത്തിലുള്ളൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്. പിന്നെ ഒരു സഹോദരി കമൻ്റായിട്ട് എഴുതുന്നത് അതൊരു വായിച്ച പോലെ സങ്കടം തോന്നി. ഏതോ വീഡിയോ ഏതാണ് ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ താഴെ അതെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ദ്വാരക്കണം. മൂപ്പർക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം തീർക്കുന്നത് എൻ്റെ ശരീരത്താണ്. അദ്ദേഹത്തിൻ്റെ അയാളുടെ കൈകൊണ്ട് അടിക്കും, ആ അടിക്കുന്ന ഭാഗം പിന്നെ ചതയുമെന്നാണ്, അവിടെ ഭയങ്കര വേദനയാണെന്നാണ്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഈ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. ഭർത്താക്കന്മാർക്കൊക്കെ നല്ല ബുദ്ധിയും ബോധവും അല്ലാഹു തആല നൽകുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത്, അത് മനുഷ്യന്റെ ഭാഗത്തു നിന്നും ശൈത്വാന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉള്ള എല്ലാ ഷർബല മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൽ സ്വഭാവികളിൽ ഭാര്യമാരായ നമ്മളെയും ഭർത്താക്കന്മാരായ നമ്മളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരമാണ്. നമ്മൾ ചെയ്യുന്ന ദുആ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കണേ, ഭാര്യയുടെ സ്വഭാവം നന്നാക്കണേ എന്നൊക്കെ നമ്മൾ ദ്വാര, മക്കളുടെ സ്വഭാവം നന്നാക്കണേ നമ്മൾ ദ്വാരക്കൊല്ലോ. ആ ദുആ സ്വീകരിക്കണം. ആ ദുആ സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു. അപ്പോൾ ദുആ സ്വീകരിക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ച് നിർദ്ദേശിച്ച ചില വാക്കുകൾ, ചില വചനങ്ങൾ, ദുആകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്, ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പറയുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് ദുആരക്കാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമുണ്ട്. ഇതൊരു ദിക്റാണ്, ദുആയാണ്, ഏത് ഗണത്തിലും നമുക്ക് പെടുത്താൻ പറ്റും. ഒരുപാട് പ്രതിഫലങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും തൻ്റെ നിസ്കാരത്തിൻ്റെ റുകൂഇലും സുജൂദിലൊക്കെ അധികരിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ചില മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു പുണ്യമായ വചനമാണ്. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വലിയ ഒരു സുന്ദരമായ ഒരു വചനമാണ്, വാക്കാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങൾ ഇത് പറഞ്ഞാൽ കിട്ടും. അല്ലാഹു തആല ഇത് പറയുമ്പോൾ എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. പറഞ്ഞു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. 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 സുബ്ബൂഹുൻ
ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. നമുക്കൊരു ദുആ പറഞ്ഞാലോ? അതായത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ പാപങ്ങൾ പൊറുക്കാനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഹിദായത്ത് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് എല്ലാ കാര്യങ്ങളും ദുന്യാവും ആഖിറവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി. 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 മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പുണ്യമായ ആ ഒരു വചനം പറഞ്ഞാലോ? അല്ലാഹു തആല നമ്മുടെ വിഷമ പ്രയാസ സങ്കട ദുഃഖങ്ങൾ ഈ വാചകം കൊണ്ട് മാറ്റിത്തരട്ടെ. പറഞ്ഞോ, നമ്മുടെ മാത്രമല്ല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ. ആമീൻ. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നല്ല ഗുണങ്ങളിൽപ്പെട്ടതാണ് തവക്കുലുണ്ടാവുക, അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുക. എൻ്റെ എല്ലാ കാര്യം ചെയ്തു തരുന്നത് പടച്ചവനാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഹാപ്പി ആയിരിക്കും. എൻ്റെ പൈസയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ കച്ചവടമാണ് എന്നെ വളർത്തുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാം പടച്ചവനാണ്, അവൻ എനിക്ക് വേണ്ട വിധത്തിൽ എല്ലാം തരും. ഇനി എന്തെങ്കിലും തരാതെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഖൈർ, അങ്ങനെ ഒരു ചിന്ത വേണം. അപ്പോൾ തവക്കുലുണ്ടാവണം, എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കണം. നമുക്ക് അതിനുള്ളൊരു ദിക്റുണ്ട്, ഒന്ന് പറഞ്ഞാലോ? നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ കാര്യം പടച്ചോനാണ് നിർവഹിച്ചു തരുന്നത്. പറഞ്ഞോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇപ്പോൾ ഒരുപാട് പെട്ടെന്നുള്ള അപകട മരണങ്ങൾ അല്ലെ, പെട്ടെന്ന് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവുക, പെട്ടെന്ന് കടത്തിലായി പോവുക, പെട്ടെന്ന് മനുഷ്യന്റെ ഭാഗത്ത് നിന്നും അതല്ലാത്ത രൂപത്തിലൊക്കെ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവുക ഇന്ന് കൂടി വരുന്ന കാലമാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന വിഷമ പ്രയാസങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യനും അതല്ലാത്ത ജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എല്ലാത്തിനും തൊട്ടും കാവൽ കിട്ടാൻ എല്ലാ ദിവസവും രാവിലെയും സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം വീതം പറയൽ വളരെയധികം അത്യാവശ്യമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച നബി തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു പുണ്യമായ ഒരു ദിക്ർ. അതൊരു കാവലിന്റെ ദിക്ർ കൂടിയാണ്. നമുക്കൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഇത് ഇപ്പൊ മാത്രമല്ല കേട്ടോ, ഇന്നിപ്പോ മഗ്രിബിന് ശേഷം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും ഈ ദിക്റൊന്നും പറയാൻ മറന്നു പോകണം. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് പറ്റുന്നതുപോലെ പറയുക. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. നമ്മുടെയൊക്കെ വല്ലുപ്പയാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. ഒരുപാട് മഹാനവറുകൾ ഈ ദുആ പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ മഹാനവറുകൾക്കുണ്ടായി. നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളും അതുപോലെ തന്നെ പാപങ്ങളും എല്ലാം അല്ലാഹു തആല പുറത്തു തരണം. അത് നമുക്ക് വേണ്ടേ അല്ലേ? ഒരുപാട് ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടായി, ഒരുപാട് നമ്മുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ ഹാസിൽ എല്ലാം നടന്നു. പക്ഷെ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തന്നില്ലെങ്കിൽ അത് വലിയൊരു വിഷമമാണ്, സങ്കടമാണ്. അതുകൊണ്ട് നമുക്ക് നരകത്തിൽ പോവേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർ എല്ലാവരും മരണപ്പെട്ടു എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പൊറുക്കലിനെ തേടിയുള്ള ഒരു തൗബയുടെ വചനം കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ?
പറഞ്ഞോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞ ദിക്ർ, സ്വലാത്ത്, മറ്റ് തസ്ബീഹുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലെ തഖ്വ കുറവുണ്ടെങ്കിൽ, ഈമാൻ കുറവുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു താല പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ചൊല്ലിയ നമുക്കെല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അനവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മറ്റ് സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير والفضل كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുറാഹിമീനായ കരുണയുള്ള രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആകൾക്ക് നീ ഉത്തരം തരണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരും ആഖിറത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ ഔറാദുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, ഞങ്ങളുടെ ദുആ അല്ലാഹുവേ എല്ലാം ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. എല്ലാത്തിനും ഒരുപാട് പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, എല്ലാം നീ പരിഹരിച്ച് സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും പങ്കെടുക്കുന്ന മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി തെറ്റുകൾ ചെയ്തു പോയവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാപ്പ് തരണേ അല്ലാഹ്. ഇനി ഞങ്ങൾ പാപങ്ങൾ ചെയ്യില്ല അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പൊന്നു വാപ്പമാര്, ഉമ്മമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, കുടുംബക്കാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു തെറ്റും ചെയ്യില്ല റബ്ബേ. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസാണ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈമാൻ തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, തഖ്വ തരണേ അല്ലാഹ്, ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും ഞങ്ങളോട് ദുആ വസിയത്ത് പറഞ്ഞവരാണ്. അല്ലാഹുവേ, ഇന്നത്തെ മജ്ലിസും പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗികളാണ് പടച്ചവനെ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ പലരും അസുഖത്തിലാണ്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഉള്ളത് മുഴുവനും വിറ്റു തുലച്ചാലും മാറാത്ത അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്, അറ്റാക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അതുപോലെ ഹൃദയത്തിനും കിഡ്നിക്കും അതുപോലെ കരളിനും പ്രശ്നങ്ങൾ തരല്ലേ റബ്ബേ. ഏതെങ്കിലും ഒരു അസുഖത്തിന് ഞങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നീ ശിഫാ തരണേ അല്ലാഹ്. നീ തന്നെ ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, എപ്പോഴാണെങ്കിലും മരിക്കും റഹ്മാനെ. നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന, അല്ലാഹുവേ നിസ്കരിച്ചുകൊണ്ട് മരിക്കുന്ന, നോമ്പുകാരായി മരിക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കുന്ന നല്ല മരണം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ അമലുകളിൽ ബറക്കത്ത് തരണേ അല്ലാ, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾ കാരണം മറ്റൊരാൾ വേദനിക്കുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ, ഞങ്ങൾ കാരണം മറ്റൊരാൾ വിഷമിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവർ, റഹ്മാനെ ഇങ്ങനെ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം വിഷമ പ്രയാസത്തിലാണോ എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ, ഖൈറുകൾ തരണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവരെയും ഖബർ എടുക്കുമെന്ന് നിന്റെ മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബർ എടുക്കുമ്പോൾ വേദന അറിയാത്ത മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. സ്വർഗത്തിന്റെ 7 കവാടങ്ങളിൽ നിന്നും മലക്കുകൾ വിളിക്കുന്ന ആളുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഈ പ്രാവശ്യം ഹജ്ജിനും ഉംറക്കും കിട്ടിയിട്ടുള്ള ഉമ്മമാരുണ്ട്, പോവാൻ ഉദ്ദേശിക്കുന്നവർ, റഹ്മാനെ അവരുടെ യാത്രകൾ എളുപ്പമാക്കണേ അല്ലാ. ആ ഉദ്ദേശം, ആ ഒരു വലിയ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണ്, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. എത്രയോ സ്ഥലങ്ങളിൽ ഫലസ്തീനിലെ, ഗസയിലെ ഇന്ത്യൻ മുസൽമാൻ അല്ലാഹുവേ ഒരുപാട് പ്രയാസത്തിലാണ്, എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയാ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയാ വ ശർറൽ ആഖിറ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. കൃത്യസമയത്ത് തന്നെ എല്ലാവരും പങ്കെടുക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, എല്ലാവരും ചൊല്ലട്ടെ, എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.